Hello everyone, welcome back to my channel Make with Richu. ഇന്ന് നമ്മൾ മാക്രമേ ബേസിക് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 മാക്രമേ ബേസിക് നോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 5 മാക്രമേ ബേസിക് നോട്ട്സ് ആണ്. ഇന്നത്തെ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഹാഫ് ഹിച്ച് നോട്ടാണ്. അതിനായിട്ട് ഞാൻ ഒരു ലാഗ് സെറ്റ് നോട്ട് ടൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 കോഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ സെക്കൻഡ് കോഡിനെ നമ്മൾ ഹോൾഡിംഗ് കോഡ് അല്ലെങ്കിൽ ഫില്ലർ കോഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കോഡിന് വർക്കിംഗ് കോഡ് എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് കോഡ് സെക്കൻഡ് കോഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് യു ഷേപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ യു ഷേപ്പിലേക്ക് ഫസ്റ്റ് കോഡ് ഡൗൺ പോർഷനിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് ടൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു കോഡിലേക്ക് മറ്റൊരു കോഡ് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന നോട്ടാണ് ഹാഫ് ഹിച്ച് നോട്ട്. ഇതിൽ ഒരു കോഡ് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് ഒരു കോഡിനെ നമ്മൾ ഹോൾഡിംഗ് കോഡ് അല്ലെങ്കിൽ ഫില്ലർ കോഡ്. അതിന് ഇപ്പം നമുക്ക് ഈ നോട്ടിൽ ശ്രദ്ധിച്ചറിയാം, റൈറ്റ് കോഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്, അത് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. ഫസ്റ്റ് കോഡാണ്, അതായത് ലെഫ്റ്റ് സൈഡിലെ കോഡാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിലെ കോഡിനെ വർക്കിംഗ് കോഡെന്നും റൈറ്റ് സൈഡിലെ കോഡിനെ ഫില്ലർ കോഡ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോഡെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ പാറ്റേൺ കണ്ടിന്യൂസ് താഴോട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂസ് താഴോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നോട്ട് ഇങ്ങനെ, നമ്മുടെ പാറ്റേൺ ഇങ്ങനെ ട്വിസ്റ്റ് ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഹിച്ച് നോട്ട്. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് നോട്ടാണ്, അതായത് ഓൾട്ടർനേറ്റിംഗ് ഹാഫ് ഹിച്ച് നോട്ടാണ്. ഒരു ലാഗ് സെറ്റ് നോട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 കോഡ് ഡൗൺ പോർഷന് വന്നിട്ടുണ്ട്. ഈ 2 കോഡിൽ ഒരു കോഡ് നമ്മൾ ഹോൾഡിംഗ് കോഡായിട്ട് കീപ്പ് ചെയ്യാം. അതായത് ലെഫ്റ്റ് സൈഡിലെ കോഡ് ഞാൻ ഹോൾഡിംഗ് കോഡായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലെ കോഡ് വെച്ചിട്ട് നമുക്ക് ഹാഫ് ഹിച്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി റൈറ്റ് സൈഡിലെ കോഡ് ഹോൾഡിംഗ് കോഡായിട്ട് വെച്ച് ലെഫ്റ്റ് സൈഡിലെ കോഡ് ഹാഫ് ഹിച്ച് നോട്ട് വർക്ക് ചെയ്യണം. ഇതായത് ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും കോഡ് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഹോൾഡിംഗ് കോഡായിട്ട് വെച്ച് ഹാഫ് ഹിച്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് ഹാഫ് ഹിച്ച് നോട്ട്. ഈ നോട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷാൻഡലിയേഴ്സിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നീറ്റായിട്ട് കിട്ടും. സിമ്പിളാണ് ഈ നോട്ട് ചെയ്തെടുക്കാൻ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. ഇനി നമ്മുടെ തേർഡ് നോട്ടാണ്, അതായത് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് അല്ലെങ്കിൽ ക്ലൗ ഹിച്ച് നോട്ട്. 3 ലാഗ് സെറ്റ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡൗൺ പോർഷനിൽ 6 കോഡ്സ് അവൈലബിൾ ആണ്. അതിലെ ഫസ്റ്റ് കോഡ് നമ്മൾ ഹോൾഡിംഗ് കോഡായിട്ട് കീപ്പ് ചെയ്യണം. ഹോൾഡിംഗ് കോഡായിട്ട് ഞാൻ റൈറ്റ് സൈഡിലോട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 5 കോഡുകൾ വെച്ച് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് വെച്ചാൽ ഹാഫ് ഹിച്ച് നോട്ട് നമ്മൾ ഹോൾഡിംഗ് കോഡിലേക്ക് ഒരു പ്രാവശ്യം ടൈ ചെയ്ത് കൊടുക്കും. ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കോഡിലേക്ക് ഒരു കോഡ് 2 പ്രാവശ്യം ടൈ ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്നതാണ് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് അല്ലെങ്കിൽ ക്ലൗ ഹിച്ച് നോട്ട്.
നമ്മുടെ ഫോർത്ത് നോട്ടാണ് ഡയഗണൽ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. അതിനായിട്ട് 3 ലാഗ് സെറ്റ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലെ ലാഗ് സെറ്റ് നോട്ടിലെ കോഡ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഡയഗണൽ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ടിൻ്റെ ഹോൾഡിംഗ് കോഡ്. 2 കോഡ് വേണം ഡയഗണൽ ഷേപ്പ് ചെയ്യാൻ. അപ്പം നടുക്കത്തെ കോഡാണ് നമ്മൾ ഹോൾഡിംഗ് കോഡായിട്ട് എടുക്കുന്നത്. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹോൾഡിംഗ് കോഡിലേക്ക് ലെഫ്റ്റ് സൈഡിലുള്ള റിമൈനിങ് 2 കോഡ് വെച്ച് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഹോൾഡിംഗ് കോഡ് പിടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഹോൾഡിംഗ് കോഡ് ഏത് പൊസിഷനിലാണോ പിടിക്കുന്നത് അതേ പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഡയഗണൽ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയഗണൽ ഷേപ്പാണ് ഫോം ചെയ്തെടുക്കേണ്ടത്. സോ നമ്മൾ ഇൻവേർട്ടഡ് വി ഷേപ്പിലാണ് നമ്മുടെ ഹോൾഡിംഗ് കോഡ് പിടിച്ചെടുക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് റൈറ്റ് സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടോപ്പ് പോർഷൻ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം വി ഷേപ്പിൽ ഹോൾഡിംഗ് കോഡ് കീപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഹോൾഡിംഗ് കോഡിലേക്ക് റിമൈനിങ് 2 കോഡ്സ് വെച്ച് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അതണക്കത്തെ 2 സൈഡിലും അതുപോലെ തന്നെ വി ഷേപ്പിൽ ഹോൾഡിംഗ് കോഡ് പിടിച്ച് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ 2 ഹോൾഡിംഗ് കോഡും 2 സൈഡിലെ ഹോൾഡിംഗ് കോഡും വെച്ച് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. അത് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പം ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. റൈറ്റ് സൈഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് വെച്ച് നമുക്ക് നമ്മുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡയഗണൽ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കത്തെ പോർഷൻ നമുക്ക് സ്ക്വയർ നോട്ടൊക്കെ ഇട്ട് പാറ്റേൺ മാറ്റാം. ഇതാണ് ബേസിക് ഡയഗണൽ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. അപ്പോൾ നമ്മുടെ 4 നോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 5th നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് നോട്ട്, അതായത് ബെറി നോട്ടാണ്. 2 ലാസ്റ്റ് സെറ്റ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 സ്ക്വയർ നോട്ട് വെച്ചാണ് ഒരു ബെറി നോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഡിലേക്ക് നമുക്ക് 3 സ്ക്വയർ നോട്ട് ഇട്ട് കൊടുക്കാം. സ്ക്വയർ നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് മാക്രമേ ബേസിക് ട്യൂട്ടോറിയൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. ഞാനത് നന്നായിട്ട് പറഞ്ഞിട്ടുകൊണ്ടാണ് ഇതിൽ സ്പീഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ 3 സ്ക്വയർ നോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ടോപ്പ് പോർഷനിലെ 2 കോഡുകൾ തമ്മിലുള്ള പോർഷനിലേക്ക് നടുക്കുള്ള 2 കോഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴോട്ട് നല്ല ടൈറ്റായിട്ട് പുള്ള് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ടോപ്പ് പോർഷനിൽ ഫോം ചെയ്തതാണ് ബെറി നോട്ട്. ഇതിൻ്റെ താഴെ നമുക്ക് സ്ക്വയർ നോട്ട് വെച്ച് വേണമെങ്കിൽ ടൈ ചെയ്യാം. നമ്മുടെ പാറ്റേൺ എന്താണോ നമ്മൾ ചെയ്ത് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബെറി നോട്ട്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് നോട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് 5 ബേസിക് നോട്ട്സ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ 6 ബേസിക് നോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാക്രമേ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.